ഹലോ ഡിയേഴ്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്റ്റാൻഡേർഡ് 7-ലെ ഗണിതശാസ്ത്രമാണ് കേട്ടോ. മാത്സ് മാതൃകാ ചോദ്യമാണ്. പുതിയ ബുക്കൊക്കെ മാറിയിട്ടുണ്ട് അല്ലേ, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള മാതൃകാ ചോദ്യങ്ങളാണ് തന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ സമയം 2 മണിക്കൂറാണ് കേട്ടോ. ഓക്കെ, സ്കോർ 30 മാർക്കുമാണ്. പ്രവർത്തനം 1 നോക്കൂ. ത്രികോണം എ ബി സി. ത്രികോണം എ ബി സി എന്ന് പറയും. ഈ ത്രികോണം ഇതിന്റെ പരപ്പളവ് എത്ര ചതുരശ്ര സെന്റിമീറ്റർ ആണ്? അപ്പൊ നമുക്കറിയാം ഇതിന്റെ ത്രികോണത്തിന്റെ പരപ്പളവിന്റെ സൂത്രവാക്യം എന്താണ്? എന്താണ്? പാദം ഇൻറ്റു ഉയരം അല്ലേ. അപ്പൊ നമുക്ക് എന്താണ്? ബേസ് ഇൻറ്റു ഹൈറ്റ് എന്ന് പറയും അല്ലേ. പാദം ഇൻറ്റു ഉയരാണ് എന്ത്? ഹാഫ് ഇൻറ്റു പാദം ഇൻറ്റു ഉയരാണ് എന്ത്? ഈ ത്രികോണത്തിന്റെ പരപ്പളവിന്റെ സൂത്രവാക്യം അല്ലേ. അപ്പൊ നമ്മൾ പഠിച്ചു വെക്കണം കേട്ടോ. എന്താണ് ത്രികോണത്തിന്റെ പരപ്പളവ് കാണുക? ത്രികോണത്തിന്റെ പരപ്പളവ് ഈക്വൽ ടു എന്താണ്? ഹാഫ് 1/2 ഇൻറ്റു പാദം ഇൻറ്റു ഉയരം. ഓക്കെ, അപ്പോൾ ഇവിടെ പാദം തന്നിട്ടുണ്ട് 12 സെന്റിമീറ്റർ, ഉയരം 5 സെന്റിമീറ്റർ ആണ് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ്? ഹാഫ് ഇൻറ്റു പാദം എത്രയാ? 12 അല്ലേ. അപ്പോൾ ഹാഫ് ഇൻറ്റു 12 ഇൻറ്റു ഉയരം 5 അല്ലേ. അപ്പോൾ ഹാഫ് ഇൻറ്റു 12 ഇൻറ്റു 5 ചെയ്യുക. ഈ എന്തൊക്കെ 12 ഇൻറ്റു 5 ചെയ്യുക. 12 ഇൻറ്റു 5 എന്ന് പറഞ്ഞാൽ എത്രയാ? 60. 60/2 എത്രയാ? 30 സെന്റിമീറ്റർ സ്ക്വയർ അല്ലേ. 30 ചതുരശ്ര സെന്റിമീറ്റർ ആയിരിക്കും നമ്മുടെ ആൻസർ. ഓക്കെ, അപ്പോൾ ഈ 30 നമ്മൾ ആൻസർ കേട്ടോ. ദെൻ അടുത്തത് ബി എന്താണ്? ഇതേ പരപ്പളവുള്ള ഒരു മട്ട ത്രികോണത്തിലെ ലംബവശങ്ങളിൽ ഒന്ന് 12 സെന്റിമീറ്റർ ആയാൽ രണ്ടാമത്തെ ലംബവശത്തിന് നീളം എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അതായത് ഇതേ പരപ്പളവുള്ള ഒരു മട്ട ത്രികോണത്തിന്റെ ലംബവശങ്ങളിൽ ഒന്ന് 12 ആണെങ്കിൽ രണ്ടാമത്തെ ലംബവശത്തിന്റെ നീളം എത്ര ആയിരിക്കും? ഇതേ പരപ്പളവ് പറയുമ്പോൾ എത്രയാ? 30 സെന്റിമീറ്റർ സ്ക്വയർ അല്ലേ. 30 ചതുരശ്ര സെന്റിമീറ്റർ ഇസ് ഈക്വൽ ടു എന്താണ്? ലംബവശങ്ങൾ ഒന്നല്ലേ. അപ്പോൾ ഹാഫ് ഇൻറ്റു 12 ഇൻറ്റു മറ്റേതിൻ്റെ ലംബവശം നമുക്ക് ഏതെങ്കിലും എന്താ ഉയർന്ന അല്ലെങ്കിൽ പാദം ഏതെങ്കിലും എടുക്കുക. അപ്പോൾ 12 ഇൻറ്റു ഉയരം എടുക്കുക അല്ലേ. 12 ഇൻറ്റു ഉയരം ബൈ 2 അല്ലേ ഈക്വൽ ടു 30. അപ്പോൾ അതിന് നമുക്ക് എന്താക്കുക? ഉയരം കണ്ടുപിടിക്കുക അല്ലേ. അപ്പോൾ നമുക്ക് എന്താ ആൻസർ കിട്ടും? നിങ്ങളത് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് എന്താ ആൻസർ കിട്ടുക? 5 ആയിരിക്കും കിട്ടുക അല്ലേ. 5 സെന്റിമീറ്റർ ആണ് കിട്ടുക. ഓക്കെ, ദെൻ അടുത്തത് ആ മട്ട ത്രികോണത്തിന് ഏറ്റവും നീളം കൂടിയ വശത്തിന് നീളം കണ്ടുപിടിക്കുക. ആ മട്ട ത്രികോണത്തിന് ഏറ്റവും നീളം കൂടിയ വശം ഏതാണ്? 12 സെന്റിമീറ്റർ അല്ലേ. 12 5 അല്ലേ തന്നിരിക്കുന്നത്. അപ്പോൾ 12 സെന്റിമീറ്റർ ആണ് എന്ത്? ഒന്നിൻ്റെ അല്ലേ. നീളം കൂടി ഒന്ന് 12, ഒന്ന് 5 അല്ലേ. അപ്പോൾ നമുക്ക് മട്ട ത്രികോണത്തിന്റെ എന്താണ്? മൂന്നാമത്തെ വശം. ഇത് ഇപ്പോൾ മട്ട ത്രികോണല്ലേ. അപ്പം 1 12, 1 5. അപ്പോൾ ഈ വശം നമ്മൾ കണ്ടുപിടിക്കണ്ടേ. ഈ വശം കണ്ടുപിടിച്ചാലേ ഇതിൽ വലുത് ഏതാ നോക്കാൻ പറ്റൂലേ. അപ്പോൾ നമുക്ക് പൈത്തഗോറസ് തിയറം വെച്ചിട്ട് എന്താക്കുക? ഇത് കണ്ടുപിടിക്കുക. ഓക്കെ, പൈത്തഗോറസ് സിദ്ധാന്തം വെച്ചിട്ട് ഇത് കണ്ടുപിടിക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 13 സെന്റിമീറ്റർ എന്ന് കിട്ടും കേട്ടോ. അപ്പോൾ എങ്ങനെയാ? എന്താണ്? കർണം സ്ക്വയർ ഇസ് ഈക്വൽ ടു പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ. അതിന് ഇത് കർണല്ലേ. കർണം കണ്ടുപിടിക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 13 എന്ന് കിട്ടും. അപ്പോൾ 13 ആണ് ഇതിൽ വലുത് കേട്ടോ. ഇത് 12, ഇത് 5, ഇത് 13. അപ്പോൾ ഏറ്റവും വലുത് ഏതാണ്? 13 ആണ് അല്ലേ. ദെൻ നെക്സ്റ്റ് എന്താണ്? ആ മട്ട ത്രികോണം വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്താക്കുക? ആദ്യം 12 സെന്റിമീറ്റർ എന്താക്കുക? ഒരു സ്കെയിൽ എടുത്ത് വരയ്ക്കുക. പിന്നെ 90 ഡിഗ്രിയിൽ എന്താക്കുക? അങ്ങോട്ടേക്ക് 5 സെന്റിമീറ്റർ എടുത്ത് 5 ഇതിൽ വരയ്ക്കുക. പിന്നെ എന്താക്കുക? ഇവിടുന്ന് 13 സെന്റിമീറ്റർ എടുത്തിട്ട് ഒരാർക്കും കട്ട് ചെയ്യുക അല്ലേ. ഓക്കെ, അല്ലെങ്കിൽ 13 സെന്റിമീറ്റർ ഇങ്ങോട്ടേക്ക് വരയ്ക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ഈ ചിത്രം വരയ്ക്കാൻ പറ്റും കേട്ടോ. അല്ലെങ്കിൽ 5 സെന്റിമീറ്റർ ബേസ് ആക്കി എടുത്താലും മതി കേട്ടോ. പാദം 5 സെന്റിമീറ്റർ ആക്കി എടുത്ത് ഇങ്ങനെയും വരയ്ക്കുക കേട്ടോ. എങ്ങനെയായാലും കുഴപ്പമില്ല. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? പ്രവർത്തനം 2 100 രൂപയ്ക്ക് 20 രൂപ കിഴിവ് തരുന്ന കടയിൽ നിന്നും 950 രൂപ വിലയുള്ള വാച്ച് വാങ്ങുമ്പോൾ എത്ര രൂപ കിഴിവ് ലഭിക്കുന്ന ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് അതൊക്കെ അറിയാം, ഇക്വേഷൻസ് ഒക്കെ. അപ്പൊ നമുക്ക് എത്ര ആൻസർ കിട്ടുക? നിങ്ങൾ ചെയ്തു നോക്കുക. അപ്പോൾ 190 എന്ന് കിട്ടും കേട്ടോ. ഓണം പ്രമാണിച്ച് ഒരു കടയിൽ പ്രദർശിപ്പിച്ച പരസ്യ ബോർഡാണ് ഇത്. വമ്പിച്ച വിലക്കുറവ്, 30% കിഴിവ്. രാജു ഈ കടയിൽ നിന്ന് 7500 രൂപ വിലയുള്ള മൊബൈൽ ഫോൺ വാങ്ങുന്നു. കിഴിവ് കഴിച്ച് ഫോണിന് നൽകേണ്ട വില എത്രയാണെന്ന് വെച്ചത്. അപ്പോൾ 7500 ആണ് അല്ലേ. അപ്പോൾ 7500 ആണ്. ഇത് കിഴിവാണ്. അപ്പോൾ 90 30 കുറച്ച് 70 അല്ലേ. അപ്പോൾ 7500 ഇൻറ്റു 70/100 ചെയ്യുക അല്ലേ. അപ്പോൾ നമുക്ക് എന്താ ആൻസർ കിട്ടുക? നമുക്ക് 5250 കിട്ടും. അത്രയും രൂപ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റൻ എന്താണെന്ന് നോക്കിയേ. ലിസി ഇവിടെ നിന്ന് ഒരു TV വാങ്ങിയപ്പോൾ 3600 രൂപ കിഴിവ് കിട്ടി. TV-ക്ക് കടയിൽ പ്രദർശിപ്പിച്ച വില എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എത്ര കിഴിവ് കിട്ടി? അപ്പോൾ കിഴിവ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഒറിജിനൽ വില എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഒറിജിനൽ വില? നമുക്ക് കാണാൻ എന്താ? 3600 ഇൻറ്റു എന്താണ് 30% കിഴിവ് എന്നല്ല പറഞ്ഞിരിക്കുന്നത്. അതാ 30% കിഴിവ് കുറച്ചിട്ടുള്ളത് ആണിത് അല്ലേ. അപ്പോൾ നമുക്ക് എന്താക്കുക? ഇത് ഒന്നുകിൽ എന്താക്കുക? 3600 ഇൻറ്റു 30/100 ചെയ്തിട്ട് ആ കിട്ടിയ തുക ഈ 3600-നോട് കൂട്ടുക. ഓക്കെ, അല്ലെങ്കിൽ 3600 ഇൻറ്റു 130/100 വെച്ച് ചെയ്യുക.
ഇവിടെ എന്താ കിഴിവ് കിട്ടിയതാണ് അല്ലേ, എത്രയും പൈസ കുറഞ്ഞ് കിട്ടിയതാണ്. അപ്പോൾ ഒറിജിനൽ പൈസ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് എന്താ അങ്ങനെ ചെയ്യാൻ പറ്റില്ല അല്ലേ, 3600 ഇൻറ്റു അങ്ങനെ ചെയ്യാൻ പറ്റില്ല. 3600 എന്താക്കി എത്രയും പൈസ വില കുറഞ്ഞാണ് കിട്ടിയത്. അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടത്, അപ്പം നമുക്കൊരു വില അറിയില്ല, ടി വിൻ്റെ വില ഇൻറ്റു 30/100 = 3600 ചെയ്യുക. അങ്ങനെ വെച്ച് ചെയ്താൽ നമുക്ക് എന്താ ആൻസർ കിട്ടുക അറിയോ, 12,000 രൂപ എന്ന് കിട്ടും കേട്ടോ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. പ്രവർത്തനം 3 അടുത്തടുത്ത 3 ഇരട്ട സംഖ്യകളിൽ നടുവിലെ സംഖ്യ എക്സ് എന്നെടുത്താൽ ചെറിയ സംഖ്യ ഏതാന്ന് വെച്ചിരിക്കുന്നത്. അപ്പം എക്സ് എന്നെടുത്താൽ അടുത്തടുത്ത 3 ഇരട്ട സംഖ്യകളിൽ നടുവിലെ സംഖ്യ എക്സ് എന്നെടുത്താൽ ചെറിയ സംഖ്യ ഏതാണ്, x-2 അല്ലേ. ഏതാണ്, x-2 അല്ലേ. ഇപ്പോൾ 2, 4, 6 എടുക്കുകയാണെങ്കിൽ അതിൻ്റെ നടുവത്തെ സംഖ്യ 4 അല്ലേ. അപ്പോൾ 4 ചെറിയ സംഖ്യ 2 അല്ലേ, 4ന് 2 കുറച്ചാലല്ലേ ഈ 2 കിട്ടുക. ഓക്കെ, അല്ലെങ്കിൽ 6, 8, 10 എടുക്കുകയെന്ന് വിചാരിച്ചോ. അപ്പോൾ 8 നടുക്കുള്ളത്, 8ന് 2 കുറച്ചാലല്ലേ 6 കിട്ടൂ. അപ്പോൾ എക്സ് ഏതാണ്, അതിന് 2 കുറയ്ക്കുക അല്ലേ, x-2. ഓക്കെ, ദെൻ നെക്സ്റ്റ് 2 + 4 + 6 = 12. പിന്നെ 4 + 6 + 8 = 18. 6 + 8 + 10 = 24. അപ്പോൾ എന്താ അടുത്ത 2 വരികൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് 2, 4, 6, 4, 6, 8, 6, 8, 10. അടുത്തതാ 4 തുടങ്ങിയിരിക്കുന്നത്, ഇത് 6. അങ്ങനെ 8, 10, 12 = എന്ന് പറഞ്ഞിരിക്കുക അല്ലേ. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക, അടുത്ത ഇത് 8 + 10 + 12 = 30. 10 + 12 + 14 = 36 അല്ലേ. ദെൻ അടുത്ത എന്താന്ന് നോക്കിയാൽ അടുത്ത ചോദ്യം, അടുത്തടുത്ത 3 ഇരട്ട സംഖ്യകളുടെ തുകയും നടുവിലെ സംഖ്യയും തമ്മിലുള്ള ബന്ധമുണ്ട്. അടുത്തടുത്ത 3 ഇരട്ട സംഖ്യകളുടെ തുകയും നടുവിലെ സംഖ്യയും തമ്മിലുള്ള ബന്ധം എന്തെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം എന്താ അടുത്തടുത്ത 3 ഇരട്ട സംഖ്യകളുടെ തുകയിൽ അവയിലെ നടുവിലെ സംഖ്യയുടെ 3 മടങ്ങായിരിക്കും എഴുതുക കേട്ടോ. ഓക്കെ, പിന്നെ അടുത്ത എന്താണ്, കണ്ടെത്തിയ ബന്ധം ബീജഗണിതം ഉപയോഗിച്ച് വിശദീകരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ആ പാറ്റേൺ വെച്ചിട്ട് തന്നെ ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ x-2 + x + x + 2 = 3x എന്ന് എഴുതുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്താണ്, പ്രവർത്തനം 4 40 സെന്റിമീറ്റർ ചുറ്റളവുള്ള സമചതുരത്തിന്റെ പരപ്പളവ് ചതുരശ്ര സെന്റിമീറ്റർ ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, 40 സെന്റിമീറ്റർ ചുറ്റളവ് സമചതുരത്തിന്റെ പരപ്പളവ്. അപ്പോൾ സമചതുരത്തിന്റെ പരപ്പളവ് പറയുമ്പോൾ എന്താണ്, വശം ഇൻറ്റു വശമാണ് അല്ലേ. അപ്പോൾ എന്താണ് ഇവിടെ ചുറ്റളവാണ്. അപ്പോൾ ഒരു വശം നമ്മൾ കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ ഒരു ചുറ്റളവിൻ്റെ 4 ഇതുണ്ടല്ലോ, 4 സൈഡ് ഉണ്ടല്ലോ. അപ്പോൾ 40/4 ചെയ്യുക, അപ്പോൾ 10 കിട്ടും അല്ലേ. അപ്പോൾ 10 × 10 എന്ത് കിട്ടും, 100 നമുക്ക് കിട്ടും അല്ലേ. അപ്പോൾ പരപ്പളവ് എത്രയാണ്, 100. ഓക്കെ, ദെൻ അടുത്ത എന്താണ്, 1764 = 2² × 3² × 7² എന്ന് എഴുതാം. അപ്പോൾ 1764 ചതുരശ്ര സെന്റിമീറ്റർ പരപ്പളവുള്ള സമചതുരത്തിന്റെ ഒരു വശത്തിന്റെ നീളം എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് 42 കിട്ടും കേട്ടോ. ചെയ്ത് നോക്കിയാൽ നമുക്ക് 42 കിട്ടും. നിങ്ങൾ ചെയ്ത് നോക്കുക കേട്ടോ. നെക്സ്റ്റ് ചിത്രത്തിൽ കാണുന്ന സമചതുരത്തിന്റെ പരപ്പളവ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ചിത്രത്തിൽ കാണുന്ന സമചതുരത്തിന്റെ പരപ്പളവ്. അപ്പോൾ സമചതുരത്തിന്റെ പരപ്പളവ് എന്താണ്, ഇത് നമുക്കറിയാം. ഇത് എന്താണ്, ഇത് മട്ടത്രികോണാണ് അല്ലേ. അപ്പോൾ മട്ടത്രികോണത്തിന്റെ ഈ കർണം കണ്ടുപിടിച്ചാൽ ഈ സമചതുരത്തിന്റെ ഒരു വശമാണ് അല്ലേ. അപ്പോൾ നമുക്ക് എന്താ, കർണം = പാദം സ്ക്വയർ + ലംബം സ്ക്വയർ അല്ലേ. അല്ലെങ്കിൽ പാദം സ്ക്വയർ + ഉയരം സ്ക്വയർ എന്ന് എഴുതുക. എന്നിട്ട് എന്താക്കുക, നമുക്ക് കണ്ടുപിടിക്കുമ്പോൾ എന്താ അതിൻ്റെ പരപ്പളവ് കിട്ടുക, നമുക്ക് 450 ചതുരശ്ര സെന്റിമീറ്റർ എന്ന് കിട്ടും കേട്ടോ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ നോക്കൂ. 24 1/2 ചതുരശ്ര സെന്റിമീറ്റർ പരപ്പളവുള്ള ഒരു സമചതുരം വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അത് വെച്ച് നിങ്ങൾ വരയ്ക്കുക. എങ്ങനെ വരയ്ക്കുക, 3.5 സെന്റിമീറ്റർ വീതം വശങ്ങളുള്ള മട്ടത്രികോണത്തിന്റെ കർണത്തിൽ വരയ്ക്കുന്ന സമചതുരത്തിന്റെ പരപ്പളവ് എങ്ങനെയാണ്, 3.5² + 3.5² = 24.5 ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ വെച്ച് നിങ്ങൾ എന്താക്കുക, വരയ്ക്കുക. അല്ലെങ്കിൽ എന്താക്കുക, 7 സെന്റിമീറ്റർ വശമുള്ള സമചതുരം വരച്ച് അതിൻ്റെ വശം വികരണമായി മറ്റൊരു സമചതുരം വരയ്ക്കുക. ഇങ്ങനെയും വരയ്ക്കുക കേട്ടോ. ഓക്കെ, ഇത് ഏതെങ്കിലും ഒരു മെത്തേഡ് വരച്ചാൽ മതി. നെക്സ്റ്റ് എന്ന പ്രവർത്തനം 5 ഒരു കമ്പ്യൂട്ടർ സ്ഥാപനം തുടങ്ങുന്നതിന് കുടുംബശ്രീ കൂട്ടായ്മ ഒരു സഹകരണ ബാങ്കിൽ നിന്നും 4,80,000 രൂപ ഒരു വർഷ കാലാവധിക്ക് വായ്പ എടുക്കുകയാണ് കേട്ടോ. ഒരു കമ്പ്യൂട്ടർ സ്ഥാപനം തുടങ്ങുന്നതിന് കുടുംബശ്രീ കൂട്ടായ്മ എന്താണ്, ഒരു സഹകരണ ബാങ്കിൽ നിന്ന് 4,80,000 രൂപ ഒരു വർഷ കാലാവധിക്ക് വായ്പ എടുക്കുന്നു. ബാങ്ക് ഒരു വർഷത്തേക്ക് 6.14% പലിശ കണക്കാക്കുന്നു. വായ്പ തുകയുടെ 60% കമ്പ്യൂട്ടറുകൾ വാങ്ങുന്നതിനും ബാക്കി തുക ഫർണിച്ചർ വാങ്ങുന്നതിനും വിനിയോഗിക്കുന്നു. ഓക്കെ, അപ്പോൾ ചോദ്യം എന്താണ്, 6.14% തുല്യമായ ഭിന്നസംഖ്യ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഏതാണ്, 6.14% തുല്യമായ ഭിന്നസംഖ്യ 1/16 ആണ് കേട്ടോ. ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്താണ്, 1/16 ഇത് D.
കമ്പ്യൂട്ടറുകൾ വാങ്ങുന്നതിന് ചെലവഴിക്കുന്ന തുക എത്രയാണ്? അപ്പൊ നിങ്ങൾ ചെയ്ത് നോക്കിയാൽ നമുക്ക് എങ്ങനെ കിട്ടും? എന്ത് കമ്പ്യൂട്ടറുകൾ വാങ്ങുന്നതിന് ഉപയോഗിച്ച തുക അറിഞ്ഞാൽ 4,80,000 × 60/100 ചെയ്താൽ എന്ത് കിട്ടും? 2,88,000 രൂപ എന്ന് കിട്ടും കേട്ടോ. നിങ്ങൾ ചെയ്ത് നോക്കണേ. അടുത്ത എന്താണ്? ഫർണിച്ചർ വാങ്ങുന്നതിന് ഉപയോഗിക്കുന്ന തുക കമ്പ്യൂട്ടറുകൾ വാങ്ങുന്നതിന് ചെലവഴിച്ച തുകയേക്കാൾ എത്ര രൂപ കുറവാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക? കമ്പ്യൂട്ടറുകൾ വാങ്ങുന്നതിനും ഫർണിച്ചറുകൾ വാങ്ങുന്നതിനും ഉപയോഗിച്ച തുകകൾ തമ്മിലുള്ള വ്യത്യാസത്തിന്റെ ശതമാനം = 60 - 40 20%. ഈ തുകകൾ തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 4,80,000 × 20/100 ചെയ്യുക. അപ്പം എത്ര? 96,000 രൂപ എന്ന് കിട്ടും. ഓക്കെ. നെക്സ്റ്റ് എന്താണ്? ഡി എന്താണ്? ഒരു വർഷം കഴിഞ്ഞ് ബാങ്കിൽ തിരിച്ചടയ്ക്കേണ്ട തുക എത്രയാണ്? 4,80,000 × 1/16 എത്രയാണ്? 30,000 അല്ലേ? ബാങ്കിൽ തിരിച്ചടയ്ക്കേണ്ട തുക അറിയുമ്പോൾ ഈ 4 ഇതും കൂടി കൂട്ടണം അല്ലേ? അപ്പം 4,80,000 + 30,000 എത്രയാണ്? 5,10,000 രൂപ നമ്മൾ എന്താക്കണം? ബാങ്കിൽ തിരിച്ചടയ്ക്കണം അല്ലേ? നെക്സ്റ്റ് എന്താണ്? പ്രവർത്തനം 6 ആണ് കേട്ടോ. 11 തുടങ്ങി വീണ്ടും 9 കൂട്ടിയാൽ കിട്ടുന്ന സംഖ്യകളാണ് ചുവടെ കാണുന്നത്. 11, 20, 9 കൂട്ടുകയാണ് അല്ലേ? 11നോട് 9 കൂട്ടി 20, 20നോട് 9 കൂട്ടി 29, 38 അങ്ങനെ പോകുന്നു അല്ലേ? ഈ സംഖ്യ കൂട്ടത്തിലെ ഏറ്റവും വലിയ രണ്ടക്ക സംഖ്യ ഏതാണ്? ഇതിലെ ഏറ്റവും വലിയ രണ്ടക്ക സംഖ്യ ഏതാണ്? 92 ആണ് കേട്ടോ. നിങ്ങൾ ഹരിച്ചു നോക്കുക. 11നോട് 9 ഹരിച്ചാൽ രാത്രി ശിഷ്ടം കിട്ടുക 9, 10, 11, 2 അല്ലേ? അപ്പൊ നമുക്ക് എന്താക്കുക? രണ്ടക്ക സംഖ്യ അല്ലേ? അപ്പൊ നമുക്ക് എന്താ? ശിഷ്ടം ഹരിച്ചാൽ എന്ത് കിട്ടണം? ശിഷ്ടം 2 കിട്ടണം അല്ലേ? അപ്പൊ അതിൽ ഏറ്റവും വലിയ സംഖ്യ ഏതാന്ന് നോക്കി നിങ്ങൾ അങ്ങനെ ചെയ്ത് നോക്കിയാൽ നമുക്ക് എന്ത് കിട്ടും? ഈ 92 എന്ന് കിട്ടും. ഓക്കെ. അടുത്തത് എന്താ നോക്കിയേ? ഈ സംഖ്യാകൂട്ടത്തിലെ ഈ സംഖ്യാകൂട്ടത്തിലെ ഏത് സംഖ്യയും 9 കൊണ്ട് ഹരിച്ചാൽ മിച്ചം എത്രയാണെന്ന് വെച്ചിരിക്കുന്നത്? അപ്പൊ എത്രയാണ്? 2 അല്ലേ? 2 അല്ലേ? നിങ്ങൾ ഹരിച്ചു നോക്കുക. എന്താണ്? 11 ഹരിക്കണം 9 ചെയ്ത് നോക്കുക. 20 ഹരിക്കണം 9 ചെയ്ത് നോക്കുക. അപ്പൊ എന്താണ് മിച്ചം വരുന്നത് നോക്കുക? 2 ആയിരിക്കും കേട്ടോ. 200 എന്ന സംഖ്യ ഈ സംഖ്യ കൂട്ടത്തിൽ ഉണ്ടാവുമോ എന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ 200 / 9 ചെയ്ത് നോക്കുക. അപ്പൊ ശിഷ്ടം 2 വരുന്നുണ്ട് നോക്കുക. മിച്ചം 2 വരുന്നുണ്ടെങ്കിൽ 200 ഉണ്ടാവും. അത് ഉണ്ടാവും അല്ലേ? ഓക്കെ. അങ്ങനെ ഹരിച്ചു നോക്കിയിട്ട് 9നോട് ഹരിച്ചു നോക്കുക കേട്ടോ. അതുകൊണ്ട് ശിഷ്ടം 2 ആണ് വരുന്നതെങ്കിൽ ഈ സംഖ്യയിൽ ഉണ്ടാവും. ഈ ശിഷ്ടം 2 വരുന്നില്ലെങ്കിൽ ആ സംഖ്യ ഉണ്ടാവില്ല. ഓക്കെ. അപ്പോൾ ഇതുണ്ട് കേട്ടോ. ഈ സംഖ്യാകൂട്ടത്തിന്റെ പൊതുവായ ബീജഗണിത രൂപം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. പൊതുവായ ബീജഗണിത രൂപം എന്താണ്? 9n + 2 9n + 2 അല്ലേ? എവിടെ n-ന് എന്താണ്? 1, 2, 3 എക്സെട്ര എന്ന് കൊടുക്കാം. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കിയേ? പ്രവർത്തനം 7 ആണ്. ചുവടെ കൊടുത്തവയിൽ ഏത് സെറ്റ് സംഖ്യകളാണ് മട്ടത്രികോണത്തിന്റെ വശങ്ങളുടെ അളവുകൾ ആകാവുന്നത് വെച്ച്? ചുവടെ കൊടുത്തവയിൽ ഏത് സെറ്റ് സംഖ്യകളാണ് മട്ടത്രികോണത്തിന്റെ വശങ്ങളുടെ അളവുകൾ ആകുന്നത്? ഏതാണ്? 6, 8, 10 കേട്ടോ. നെക്സ്റ്റ്, ഒരു ചതുരത്തിന്റെ അടുത്തടുത്ത വശങ്ങളുടെ നീളങ്ങൾ 8 സെന്റിമീറ്റർ 3 സെന്റിമീറ്റർ ആകുന്നു. അതിന്റെ വികരണത്തിൽ വരയ്ക്കുന്ന സമചതുരത്തിന്റെ പരപ്പളവ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എത്രയായിരിക്കും പരപ്പളവ്? 73 ചതുരശ്ര സെന്റിമീറ്റർ. ഒന്ന് ചെയ്ത് നോക്കിയാൽ കിട്ടും. മുഴുവൻ സ്ഥലത്തിന്റെയും പരപ്പളവ് കണക്കാക്കാനും പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഒരു ചതുരത്തിന് അടുത്തടുത്ത വശങ്ങളുടെ നീളം 8 സെന്റിമീറ്റർ 3 സെന്റിമീറ്റർ എന്നാവുന്ന അതിന്റെ വികരണത്തിൽ വരുന്ന സമചതുരത്തിന്റെ പരപ്പളവ് കണ്ടുപിടിക്കാൻ പറഞ്ഞ അതാണ് എന്ത് വരുന്നത്? ഇത് 73 ചതുരശ്ര സെന്റിമീറ്റർ. പിന്നെ ഇവിടെ നിന്ന് സി, ചിത്രത്തിൽ കാണുന്ന ഒരു പറമ്പിന്റെ രേഖാചിത്രമാണ്. സമചതുരാകൃതിയിലുള്ള സ്ഥലത്തിന്റെ പരപ്പളവ് എത്ര? സമചതുരാകൃതിയിലുള്ള ഈ പറമ്പിന്റെ പരപ്പളവ് എത്രയെന്ന് വെച്ചാൽ ഇപ്പം മുഴുവൻ സ്ഥലത്തിന്റെയും പരപ്പളവ് കണക്കാക്കാൻ പറഞ്ഞിരിക്കുന്നുണ്ട് അല്ലേ? അപ്പൊ നമുക്ക് എന്താക്കാൻ പറ്റും? ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒരു ലൈൻ വരയ്ക്കുക. അപ്പൊ ഇത് മട്ടത്രികോണാവും അല്ലേ? പിന്നെ ഇവിടുത്തെ അളവ് എത്ര ആയിരിക്കും? ഇവിടുന്ന് ഇങ്ങോട്ട് 3 മീറ്റർ ആണെങ്കിൽ ഇവിടുന്ന് ഇങ്ങോട്ട് എത്ര? 8 × 3 പോയാൽ എത്ര? ഇവിടെ 5 ഇത് 5 ആയിരിക്കും. ഇത് 12 തന്നെ. അത് വെച്ച് വികരണം കണ്ടുപിടിക്കുക. വികരണമല്ല, കർണം കണ്ടുപിടിക്കുക. അപ്പൊ ഈ കർണം എന്ന് പറയുന്നത് എന്താണ്? ഈ സമചതുരത്തിന്റെ ഒരു വശത്തിന്റെ നീളമാണ് അല്ലേ? അപ്പൊ നമുക്ക് അതിന്റെ പരപ്പളവ് കണ്ടുപിടിക്കുക അല്ലേ? അപ്പൊ നമുക്ക് അനുസരിച്ച് സമചതുരത്തിന്റെ പരപ്പളവ് നമുക്ക് എന്ത് കിട്ടും? 5² + 12² അല്ലേ? അപ്പൊ നമുക്ക് 169 ചതുരശ്ര സെന്റിമീറ്റർ. അപ്പൊ ത്രികോണത്തിന്റെ പരപ്പളവ് എത്രയാണ്? 1/2 × 12 × 5 അല്ലേ? അപ്പോൾ എന്താണ്? 12 × 5 30 കിട്ടും അല്ലേ? 1/2 അപ്പോൾ ചതുരത്തിന്റെ പരപ്പളവ് 12 × 3 = 36. ആകെ പരപ്പളവ് 169 + 30 + 36 അല്ലേ? അപ്പോൾ 235 ചതുരശ്ര മീറ്റർ ആണ് എന്ത്? ആകെ പരപ്പളവ് എന്ന് പറയുന്നത് കേട്ടോ. നെക്സ്റ്റ്, പ്രവർത്തനം 8 ആണ്. ഒരു സംസ്ഥാനത്തിലെ വിവിധ കാർഷിക വിളവുകളുടെ 2024 വർഷത്തെ ഉൽപാദനം കാണിക്കുന്ന ഒരു വൃത്തചിത്രമാണ് ഇത്. ഓക്കെ. ഗോതമ്പ് 40%, പിന്നെന്താണ്? പയർവർഗം 15,
നെല്ല് 15, കരിമ്പ് 25 അല്ലേ. അപ്പോൾ ചോളം എത്രയ്ക്കും ഇതെല്ലാം കൂടി കൂട്ടി 100 നമുക്ക് കുറച്ചാൽ മതി അല്ലേ. അപ്പോൾ 40ഉം 15ഉം എത്ര 55ഉം 15ഉം 70, പിന്നെ 70ഉം 25ഉം എത്ര 70, 85, 95, ചോളം 5% ആയിരിക്കും അല്ലേ. അപ്പോൾ നമ്മളെ ചോദ്യം എന്താണ്? ആകെ ഉൽപ്പാദനത്തിൽ എത്ര ശതമാനം ചോളം? 5% അല്ലേ. നെക്സ്റ്റ് എന്താണ്? സംസ്ഥാനത്തെ ആകെ കാർഷിക ഉൽപ്പാദനം 4800 ടൺ ആണെങ്കിൽ ആ വർഷത്തെ ഗോതമ്പ് ഉൽപ്പാദനം എത്ര ടണ്ണാണെന്ന് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഗോതമ്പിന്റെ ശതമാനം എത്രയായിരുന്നു? 40 അല്ലേ. അപ്പോൾ ആകെ എത്രയാണ്? 4800 ടണ്ണാണെങ്കിൽ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 4800 ഇൻറ്റു 40% ചെയ്ത് നോക്കിയാൽ മതി അല്ലേ. അപ്പോൾ 4800 ഇൻറ്റു 40/100 ചെയ്യുക. അപ്പോൾ 1920 ടണ്ണ് കിട്ടും കേട്ടോ. ദെൻ നെക്സ്റ്റ് എന്താണ്? നെല്ലിനേക്കാൾ എത്ര ശതമാനം കൂടുതലാണ് ഗോതമ്പിന്റെ ഉൽപ്പാദനം? അപ്പോൾ നെല്ലിന്റെ ശതമാനം എത്രയാണ്? നെല്ല് ഇവിടെ തന്നിരിക്കുന്നത് 15 ആണ് അല്ലേ, ഗോതമ്പ് 40ഉം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക? 40ന് ഈ 15 കുറച്ച് നോക്കിയാൽ എന്ത് അല്ലേ. അപ്പോൾ എത്ര? 25% എന്ന് കിട്ടും. ഓക്കെ, 40ന് 15 കുറച്ചാൽ എത്രയാണ്? 25. അടുത്തത് എന്താണ്? വൃത്തചിത്രത്തിൽ കരിമ്പുൽപാദനം കാണിച്ച ഭാഗത്തിന്റെ കേന്ദ്രകോണിന്റെ അളവ് എത്രയാണെന്ന് വെച്ചിരിക്കുന്നത്. വൃത്തചിത്രത്തിൽ കരിമ്പുൽപാദനം കാണിച്ച ഭാഗത്തിന്റെ കേന്ദ്രകോണിന്റെ അളവ് എത്രയാണ്? കരിമ്പുൽപാദനം കാണിച്ച ഭാഗത്തിന്റെ കേന്ദ്രകോണിന്റെ അളവ് എത്രയാണെന്ന് വെച്ചാൽ ഇപ്പോൾ കരിമ്പ് ഏതാ 25%. അപ്പോൾ കേന്ദ്രം എത്രയായിരിക്കും? 360 അല്ലേ. 360 അല്ല മൊത്തമായിട്ട് വരുന്നത്. അപ്പോൾ 360നോട് എന്താ ചെയ്യേണ്ടത്? 25% അല്ലേ. അപ്പോൾ 360 ഇൻറ്റു 25/100 ചെയ്ത് നോക്കുക അല്ലേ. അപ്പോൾ നമുക്ക് 90 ഡിഗ്രി എന്ന് കിട്ടും കേട്ടോ. ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ നമ്മളെ ക്വസ്റ്റ്യന്. അപ്പോൾ നന്നായി പഠിക്കുക. മാത്സ് സിമ്പിളാണ്. പ്ലസും മൈനസും ഒന്നും തെറ്റിക്കാതെ എന്താക്കുക, വൃത്തിയിൽ ചെയ്യുക കേട്ടോ. ഓക്കെ, താങ്ക് യു.